ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ നല്ല ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നോൺ വെജ് കഴിക്കുന്നവർക്ക് എന്തായാലും ഇഷ്ടാവുന്ന, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവാൻ സാധ്യതയുള്ള ഒരു റെസിപ്പി തന്നെയാണ്. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു കപ്പ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ബീഫ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് മസാല റെഡിയാക്കുകയാണ്. ഒരു വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 പീസ് ഇഞ്ചി, 2 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ചെറിയ ഉള്ളിയുടെ അളവ് വേണമെങ്കിൽ കുറച്ച് കൂട്ടാട്ടോ നിങ്ങൾക്ക്. ഇപ്പോൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരയേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള മസാല എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കുള്ള ഒരു അളവാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബീഫിനൊക്കെ അനുസരിച്ച് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. എനിക്കിപ്പോൾ ഒരു 3 വിസിൽ കൊണ്ടാണ് കേട്ടോ വെന്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിനൊക്കെ അനുസരിച്ചിട്ട് ഇതിൻ്റെ വേവൊക്കെ വ്യത്യാസം വരും. ഇനി നമുക്കിതിലേക്കുള്ള കപ്പ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു 3/4 കിലോ ബീഫിലേക്ക് 1 കിലോ കപ്പയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായി ചെറുതായിട്ട് കൊത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മഞ്ഞൾ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം വെച്ചിട്ടാണ് നമ്മളിത് വേവിക്കുന്നത്. എന്നിട്ട് ഇത് വെന്ത് വരുന്ന സമയത്ത് ഈ വെള്ളം ഊറ്റിക്കളയുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ കപ്പയിലൊരു ടോക്സിൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളം കൂടുതൽ വെച്ച് വേവിച്ചിട്ട് നമ്മളത് ഊറ്റിക്കളയുന്നത്. അപ്പോൾ അത് ആ കപ്പയൊക്കെ വേവിച്ചെടുത്ത് ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ബിരിയാണി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കപ്പ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിലർ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് താളിച്ചിട്ട് ഒക്കെ പിന്നെ നമ്മളെ വറ്റൽമുളകൊക്കെ പൊട്ടിച്ചിട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. പല ഭാഗത്തും പല രീതിയിലാണ് ഉണ്ടാക്കുക. ഇതിപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ ഞാനിവിടെ കപ്പയൊക്കെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നന്നായിട്ട് അലിഞ്ഞ രീതിയിലുള്ളതാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കപ്പ ഇതുപോലെ ഉടച്ചെടുക്കണ്ട. ഞാൻ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സവാള കൂടി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിന് മേലെ, ഫ്രഷ് വെളിച്ചെണ്ണ അതിന് മേലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് കുത്തി ഇളക്കൊന്നും വേണ്ട. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ വളരെ പ്രയാസമൊന്നും ഇല്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ. താങ്ക് യു.